ഡൊമസ്റ്റിക് ബയോമെട്രിക് ഡാറ്റ ഓപ്പറേറ്റർ തിയറി ക്ലാസ്സസിലേക്ക് എല്ലാ വിദ്യാർത്ഥികളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ SQLന്റെ അവസാന ഭാഗമാണ് പഠിക്കാൻ പോകുന്നത്, പാർട്ട് 4. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ, ക്രിയേറ്റ് വ്യൂ കമാൻഡ് ആൻഡ് ഓൾസോ ഡിഫറെൻറ്റ് ഡാറ്റ മോഡൽസ്. SQLൽ ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യമായി SQLലെ കൗണ്ട് ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. SQL count aggregate function is used to count the number of rows in a database table. വലിയൊരു ഡാറ്റാബേസ് ടേബിളിൽ എത്ര റോസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്ത് തിരിച്ച് റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് SQL count ഫംഗ്ഷൻ. നമ്മൾ ചെയ്ത ചെറിയ ടേബിളുകളല്ല, അത്യാവശ്യം വലിയ ടേബിൾ ആകുമ്പോൾ എത്ര റോസ് ഉണ്ടെന്ന് കൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. SQL കൗണ്ട് ഫംഗ്ഷൻ ഉപയോഗിക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ എത്ര റോസ് ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്ത് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിക്കും. അടുത്ത അഗ്രിഗേറ്റ് ഫംഗ്ഷനാണ് SQL max ഫംഗ്ഷൻ. SQL max aggregate function allows to select the highest or maximum value for a certain column. ഒരു പ്രത്യേക കോളത്തിൽ ഏറ്റവും ഹയസ്റ്റ് അല്ലെങ്കിൽ മാക്സിമം വാല്യൂ സെലക്ട് ചെയ്ത് റിട്രീവ് ചെയ്യുന്ന ഫംഗ്ഷനാണ് SQL max ഫംഗ്ഷൻ. SQL min function. SQL min aggregate function allows to select the lowest or minimum value for a certain column. ഒരു കോളത്തിലെ ഏറ്റവും ലോവസ്റ്റ് അല്ലെങ്കിൽ മിനിമം വാല്യൂ സെലക്ട് ചെയ്ത് റിട്രീവ് ചെയ്യുന്ന ഫംഗ്ഷനാണ് SQL min ഫംഗ്ഷൻ. അടുത്ത അഗ്രിഗേറ്റ് ഫംഗ്ഷനാണ് SQL avg ഫംഗ്ഷൻ. SQL avg aggregate function selects the average value for a certain table column. ഒരു കോളത്തിലെ വാല്യൂസിൻ്റെ ആവറേജ് കണ്ട് റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷനാണ് avg ഫംഗ്ഷൻ. SQL സം ഫംഗ്ഷൻ പേര് കേട്ടപ്പോൾ തന്നെ മനസ്സിലാവും. ഒരു കോളത്തിലെ ന്യൂമറിക്കൽ ആയിട്ടുള്ള വാല്യൂസിനെ എല്ലാം സം കണ്ട് റിട്രീവ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് SQL സം ഫംഗ്ഷൻ. SQL sqrt ഫംഗ്ഷൻ ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണാൻ ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് SQL sqrt ഫംഗ്ഷൻ. എല്ലാ അഗ്രിഗേറ്റ് ഫംഗ്ഷൻസിൻ്റെയും സിൻടാക്സും ഒരു എക്സാമ്പിൾ കൂടി നമുക്കൊന്ന് പരിചയപ്പെടാം. അടുത്തതായി അഗ്രിഗേറ്റ് ഫംഗ്ഷൻ്റെ സിൻടാക്സ് നമുക്ക് നോക്കാം. ടു കൗണ്ട് ദ ടോട്ടൽ നമ്പർ ഓഫ് റോസ് ഇൻ എ ടേബിൾ. ഒരു ടേബിളിലെ ടോട്ടൽ നമ്പർ ഓഫ് റോസ് കൗണ്ട് ചെയ്യാനുള്ള സിൻടാക്സ് ഇതാണ്. സെലക്ട് കൗണ്ട് ബ്രാക്കറ്റിൽ റൗണ്ട് ബ്രാക്കറ്റിൽ സ്റ്റാർ കൊടുക്കുക, ഫ്രം ടേബിൾ നെയിം ടേബിളിൻ്റെ പേര് കൊടുക്കുക, സെമിക്കോളൻ. ടു ഫൈൻഡ് മാക്സിമം വാല്യൂ ഫ്രം എ കോളം. ഒരു കോളത്തിലെ മാക്സിമം അല്ലെങ്കിൽ ഹയസ്റ്റ് വാല്യൂ കണ്ടുപിടിച്ച് തിരിച്ച് ഡിസ്പ്ലേ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് മാക്സ്. അപ്പോൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് നോക്കാം. സെലക്ട് മാക്സ് എന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചു. ബ്രാക്കറ്റിൽ കോളം നെയിം കൊടുത്തു. ഏത് കോളത്തിലെയാണോ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കേണ്ടത് ആ കോളത്തിൻ്റെ നെയിം കൊടുക്കുക, ഫ്രം ടേബിൾ നെയിം സെമിക്കോളൻ. ടു ഫൈൻഡ് മിനിമം വാല്യൂ ഫ്രം എ കോളം. ഒരു കോളത്തിലെ ഏറ്റവും മിനിമം അല്ലെങ്കിൽ ലോവസ്റ്റ് വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് മിൻ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കുന്നു. സിൻടാക്സ് ശ്രദ്ധിക്കുക. സെലക്ട് മിൻ എന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷൻ കൊടുക്കുക, ബ്രാക്കറ്റിൽ ഏത് കോളത്തിൻ്റെ ലോവസ്റ്റ് വാല്യൂ ആണോ കാണേണ്ടത് ആ കോളത്തിൻ്റെ നെയിം കൊടുക്കുക, ഫ്രം ടേബിൾ നെയിം സെമിക്കോളൻ. അടുത്തതായി ഒരു കോളത്തിലെ ആവറേജ് വാല്യൂസ് ന്യൂമറിക്കലായ വാല്യൂസിൻ്റെ ആവറേജ് കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷനാണ് avg. അതിനുള്ള സിൻടാക്സ് ഇതാണ്. സെലക്ട് avg ബ്രാക്കറ്റിൽ ഏത് കോളത്തിലാണോ നമ്മൾ ആവറേജ് വാല്യൂ കാണേണ്ടത് ആ കോളത്തിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക, ഫ്രം ടേബിൾ നെയിം സെമിക്കോളൻ. ടു ഫൈൻഡ് ടോട്ടൽ വാല്യൂ ഫ്രം എ കോളം. ഒരു കോളത്തിലെ എല്ലാ വാല്യൂസിൻ്റെയും ടോട്ടൽ കണ്ടുപിടിക്കുകയോ സം കണ്ടുപിടിച്ച് തിരിച്ച് ഡിസ്പ്ലേ ചെയ്യുന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷനാണ് സം. എങ്ങനെയാണ് സിൻടാക്സ്? സെലക്ട് സം ബ്രാക്കറ്റിൽ കോളം നെയിം ഏത് കോളത്തിൻ്റെ ടോട്ടൽ വാല്യൂസ് കാണണോ ആ കോളത്തിൻ്റെ നെയിം ബ്രാക്കറ്റിനകത്ത് കൊടുക്കുക, ഫ്രം ടേബിൾ നെയിം സെമിക്കോളൻ. ടു ഫൈൻഡ് സ്ക്വയർ റൂട്ട് ഓഫ് 16. ഏത് നമ്പേഴ്സിൻ്റെ നമ്മൾ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാം. ഞാനിപ്പോൾ 16 എന്ന നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്ന സിൻടാക്സ് ആണ് എഴുതിയിരിക്കുന്നത്. സെലക്ട് sqrt എന്ന
അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഉപയോഗിക്കില്ല. ബ്രാക്കറ്റിൽ നമ്പർ കൊടുക്കുക. ഏത് നമ്പറിൻ്റെ ആണോ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ടത് ആ നമ്പർ ബ്രാക്കറ്റിൻ്റെ അകത്ത് കൊടുക്കുക, സെമിക്കോളൻ. ഇത്രയും അഗ്രിഗേറ്റ് ഫങ്ഷൻസ് നമുക്കൊന്ന് എക്സാമ്പിൾ MySQL വർക്കൗട്ട് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ കസ്റ്റമർ ടേബിൾ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് നോക്കേണ്ടത് കൗണ്ട് അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ആണ്. സിൻടാക്സ് നമ്മൾ പഠിച്ചു. സെലക്ട് കൗണ്ട് ബ്രാക്കറ്റിൽ സ്റ്റാർ കൊടുക്കുക, ഫ്രം ടേബിൾ നെയിം കസ്റ്റമർ ആയതുകൊണ്ട് കസ്റ്റമർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു, സെമിക്കോളൻ. സോ ഇറ്റ് റിട്ടേൺ ദ ടോട്ടൽ നമ്പർ ഓഫ് റോസ് ഇൻ ദ ടേബിൾ. ടേബിളിലെ റോസിൻ്റെ എണ്ണമാണ് കൗണ്ട് എന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് കിട്ടിയത്. നമുക്ക് ക്വസ്റ്റ്യൻ ഇങ്ങനെയും വരാം, ഡിസ്പ്ലേ ദ ടോട്ടൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ഇൻ ദ ടേബിൾ. അപ്പോൾ ഇതേ കൗണ്ട് എന്ന് പറഞ്ഞ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ തന്നെ നമുക്ക് ഉപയോഗിച്ച് ടോട്ടൽ നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് എത്രയുണ്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കും. അടുത്തതായിട്ട് മാക്സ് എന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷനാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമർ ടേബിളിലെ മാക്സിമം ഏജ് ഉള്ള കസ്റ്റമറിനെ ഡിസ്പ്ലേ ദ മാക്സിമം ഏജ് ഫ്രം ദി കസ്റ്റമർ ടേബിൾ. സോ ഏജ് എന്ന കോളത്തിലെ മാക്സിമം വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിനാൽ ഞാൻ സെലക്ട് മാക്സ് ബ്രാക്കറ്റിൽ ഏജ് കൊടുക്കുക. ഏത് കോളത്തിലെ മാക്സിമം വാല്യൂ ആണോ കണ്ടുപിടിക്കേണ്ടത് ആ കോളത്തിൻ്റെ നെയിം ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തു, ഫ്രം ടേബിൾ നെയിം കസ്റ്റമർ, സെമിക്കോളൻ. അപ്പോൾ മാക്സിമം ഏജ് എന്ന് പറയുന്നത് 46 ആണ്. നമുക്ക് മാക്സിമം ഏജ് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. അടുത്തത് സെലക്ട് മിനിമം ഏജ്, അതായത് മിനിമം ഏജ് ഉള്ള ഏതാണോ മിനിമം ഏജ് ആ മിനിമം ഏജ് ഡിസ്പ്ലേ ചെയ്യാനാണ് അടുത്ത അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ചിട്ടുള്ള ക്വറി എഴുതിയിരിക്കുന്നത്. സെലക്ട് മിൻ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ യൂസ് ചെയ്തു. ബ്രാക്കറ്റിൽ ഏത് കോളത്തിലെ മിനിമം വാല്യൂ ആണ് കാണേണ്ടത്, ഏജ് എന്ന കോളത്തിലെ, ഫ്രം കസ്റ്റമർ, സെമിക്കോളൻ. അപ്പോൾ മിനിമം ഏജ് നമുക്ക് ഡിസ്പ്ലേ ചെയ്യാൻ സാധിച്ചു. അടുത്തത് ടു ഡിസ്പ്ലേ ദ ടോട്ടൽ സാലറി. സാലറി എന്ന കോളത്തിലെ ടോട്ടൽ കണ്ടുപിടിച്ച് റിട്ടേൺ ചെയ്യാനാണ് അടുത്ത ക്വറി ഞാൻ എഴുതിയിരിക്കുന്നത്. സെലക്ട് ടോട്ടൽ, ഒരു കോളത്തിലെ ടോട്ടൽ കാണാനോ അല്ലെങ്കിൽ സം കാണാനോ നമ്മൾ യൂസ് ചെയ്യുന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷൻ സം ആണ്. ഏത് കോളത്തിലെയാണ് ടോട്ടൽ കാണുന്നത്, സാലറി എന്ന കോളത്തിലെയാണ്. അത് ഞാൻ ബ്രാക്കറ്റിൽ കൊടുത്തു, ഫ്രം കസ്റ്റമർ. അപ്പോൾ സാലറി എന്ന കോളത്തിലെ എല്ലാ വാല്യൂസിൻ്റെയും ടോട്ടൽ കണ്ട് ഡിസ്പ്ലേ ചെയ്തു. അടുത്തതായി ആവറേജ് കാണാനാണ്. സാലറി എന്ന കോളത്തിലെ വാല്യൂസിൻ്റെ ആവറേജ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ അടുത്ത അഗ്രിഗേറ്റ് ഫംഗ്ഷൻ ഉപയോഗിച്ച ക്വറി എഴുതിയിട്ടുണ്ട്. സെലക്ട് AVG, ആവറേജ് കാണാനുള്ള അഗ്രിഗേറ്റ് ഫംഗ്ഷൻ AVG. ബ്രാക്കറ്റിൽ ഏത് കോളത്തിൻ്റെ ആവറേജ് ആണ് കാണേണ്ടത്, സാലറി എന്ന കോളത്തിൻ്റെ, ഫ്രം കസ്റ്റമർ, സെമിക്കോളൻ. ആവറേജ് സാലറി കണ്ടുപിടിച്ച് ഡിസ്പ്ലേ ചെയ്ത് കിട്ടിയിരിക്കുന്നു. അടുത്തതായി അടുത്ത അഗ്രിഗേറ്റ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചത് സ്ക്വയർ റൂട്ട് കാണാനായിരുന്നു. ഏതെങ്കിലും ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കാണാനായി ഉപയോഗിക്കുന്ന അഗ്രിഗേറ്റ് ഫംഗ്ഷൻ SQRT. ഉപയോഗിക്കുന്ന വിധം ഇങ്ങനെയാണ്. സെലക്ട് SQRT ബ്രാക്കറ്റിൽ 144 എന്ന നമ്പറിൻ്റെ സ്ക്വയർ റൂട്ടാണ് എനിക്ക് കാണേണ്ടത്. 12 എന്ന് കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ഡിസ്പ്ലേ ആയിട്ടുണ്ട്. സോ അഗ്രിഗേറ്റ് ഫംഗ്ഷൻ എങ്ങനെയാണ് ഉപയോഗിക്കാമെന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. ഇനി നമുക്ക് ക്രിയേറ്റ് വ്യൂ കമാൻഡിനെ കുറിച്ച് പഠിക്കാം. ക്രിയേറ്റ് വ്യൂ കമാൻഡ് പഠിക്കുന്നതിന് മുമ്പ് വ്യൂ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. എ വ്യൂ ഈസ് എ വിർച്വൽ ടേബിൾ ബേസ്ഡ് ഓൺ ദി റിസൾട്ട് സെറ്റ് ഓഫ് ആൻ SQL സ്റ്റേറ്റ്മെൻറ്റ്. ഒരു SQL സ്റ്റേറ്റ്മെൻറ്റിൻ്റെ റിസൾട്ട് സെറ്റിനെ ബേസ് ചെയ്തിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വിർച്വൽ ടേബിളാണ് വ്യൂ. സിൻടാക്സ് നോക്കാം. ക്രിയേറ്റ് വ്യൂ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ആദ്യം കൊടുക്കേണ്ടത് ക്രിയേറ്റ് വ്യൂ നെയിം, വ്യൂവിന് ഒരു പേര് കൊടുക്കുക. ആസ് എന്ന കീവേഡ് യൂസ് ചെയ്യുക. സെലക്ട് കമാൻഡാണ് ഇനി നമ്മൾ കൊടുക്കേണ്ടത്. സെലക്ട് കമാൻഡ് സെലക്ട് കോളം 1. ഏതൊക്കെ കോളംസ് ആണ് നമ്മുടെ വ്യൂ അല്ലെങ്കിൽ വിർച്വൽ ടേബിളിൽ നമുക്ക് വേണ്ടത് ആ കോളത്തിൻ്റെ നെയിം കോമ ഇട്ട് സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. സെലക്ട് കോളം 1, കോളം 2,
എക്സെട്ര ഫ്രം ടേബിൾ നെയിം നമ്മുടെ എക്സിസ്റ്റിംഗ് ടേബിൾ, ഏത് ടേബിളിൽ നിന്നാണോ നമ്മൾ വ്യൂ ക്രിയേറ്റ് ചെയ്യേണ്ടത് ആ ടേബിൾ നെയിം കൊടുക്കുക. വേർ കണ്ടീഷൻ, എന്തെങ്കിലും കണ്ടീഷൻ്റെ ബേസിസിലാണ് നമുക്ക് വ്യൂ ക്രിയേറ്റ് ചെയ്യേണ്ടതെങ്കിൽ വേർ ക്ലോസിന് ശേഷം ആ കണ്ടീഷൻ സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക സെമിക്കോളനിൽ. ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ക്രിയേറ്റ് വ്യൂ. ഇനി വ്യൂവിൻ്റെ നെയിം കൊടുക്കുക കസ്റ്റമർ വ്യൂ എന്നാണ് ഞാനിവിടെ കൊടുത്തിരിക്കുന്നത്. ആസ് സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുക. ആസ് എന്ന കീവേഡ് യൂസ് ചെയ്തതിന് ശേഷം സെലക്ട് കമാൻഡ് കൊടുക്കുക. സെലക്ട് ഏതൊക്കെ കോളംസ് ആണ് വേണ്ടത്? നെയിം വേണം, ഏജ് വേണം. അപ്പോൾ നെയിം കോമ ഏജ് ഫ്രം ടേബിൾ നെയിം. ഏതാണ് നമ്മുടെ ടേബിൾ നെയിം? കസ്റ്റമർ. ഇനി കണ്ടീഷൻ ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ സെമിക്കോളൻ ഇട്ട് ടെർമിനേറ്റ് ചെയ്യുന്നു. ഇനി എന്തെങ്കിലും കണ്ടീഷൻ കൊടുക്കണമെങ്കിൽ വേർ ക്ലോസ് ഉപയോഗിച്ചതിന് ശേഷം നമുക്ക് കണ്ടീഷൻ പ്രൊവൈഡ് ചെയ്യാം. വ്യൂ 1-2 എക്സാമ്പിൾ ഞാൻ MySQL ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ക്രിയേറ്റ് വ്യൂ കസ്റ്റമർ വ്യൂ എന്നത് വ്യൂവിൻ്റെ നെയിമാണ്. ആസ് കീവേഡ് യൂസ് ചെയ്തു. സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ്, സെലക്ട് നെയിം കോമ ഏജ് ഫ്രം കസ്റ്റമർ ടേബിളിൽ നിന്ന് നെയിം ഏജ് എന്ന കോളംസ് സെലക്ട് ചെയ്ത് ഒരു വ്യൂ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ക്വറി ഓക്കെ എന്ന് വെച്ചാൽ വ്യൂ ക്രിയേറ്റഡ് ആയി. ഇനി വ്യൂ ഒന്ന് കാണണമെങ്കിൽ നമ്മൾ സാധാരണ ഒരു ടേബിളിലെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്യാൻ യൂസ് ചെയ്യുന്നത് സെലക്ട് സ്റ്റാർ ഫ്രം ടേബിൾ നെയിം. അതിന് പകരം വ്യൂവിലെ എല്ലാ ഡീറ്റെയിൽസും ഡിസ്പ്ലേ ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് സെലക്ട് സ്റ്റാർ ഫ്രം വ്യൂ നെയിം. ഇവിടെ വ്യൂവിൻ്റെ പേര് കസ്റ്റമർ വ്യൂ ആണ്. അപ്പോൾ ഞാൻ സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ വ്യൂ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. അപ്പോൾ കസ്റ്റമർ വ്യൂവിലുള്ള എല്ലാ ഡീറ്റെയിൽസും നെയിമും ഏജും കോളംസ് കസ്റ്റമർ ടേബിളിൽ നിന്ന് സെലക്ട് ചെയ്ത് ഒരു വ്യൂ ക്രിയേറ്റഡ് ആയി എന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത എക്സാമ്പിൾ ക്രിയേറ്റ് വ്യൂ CUST കസ്റ്റമറിനെ തന്നെ ഒന്ന് ഷോർട്ടാക്കി CUST എന്നൊരു വ്യൂ ആണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആസ് സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റമർ വേർ ഏജ് ഗ്രേറ്റർ ദാൻ 30. കസ്റ്റമർ ടേബിളിൽ ഏജ് 30-ൽ കൂടുതലുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസും സെലക്ട് ചെയ്ത് ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യാനാണ് ഈ ഒരു ക്വറി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വ്യൂ ക്വറി ഓക്കെയാണ്, വ്യൂ ക്രിയേറ്റഡ് ആയി. സോ നമുക്ക് കാണാനായി സെലക്ട് സ്റ്റാർ ഫ്രം കസ്റ്റ് നമ്മൾ അടിച്ചു കൊടുത്തു. കസ്റ്റ് എന്ന് ഞാൻ പേരാണ് കൊടുത്തത്. എന്ത് പേര് വേണമെങ്കിൽ നമുക്ക് വ്യൂവിന് റിലേറ്റഡ് ആയിട്ടുള്ള പേരുകൾ നിങ്ങൾക്ക് കൊടുക്കാം. കസ്റ്റമറുമായിട്ട് റിലേറ്റഡ് ആയത് ഞാനൊരു ഷോർട്ടാക്കി CUST എന്ന് കൊടുത്തു. സോ ആ കസ്റ്റ് എന്ന് പറഞ്ഞ വ്യൂ കൂടി നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണുന്നുണ്ട്. സോ 30 ഏജ് 30-ൽ കൂടുതലായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽസും സെലക്ട് ചെയ്തിട്ട് ഒരു വ്യൂ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡാറ്റ മോഡൽസിൻ്റെ ഒരു പോർഷൻ കൂടി കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അതോടുകൂടി ഡാറ്റാബേസിലെ എല്ലാ പോർഷൻ അവസാനിക്കും. സോ ലെറ്റ് us ഡിസ്കസ് വാട്ട് ഈസ് ഡാറ്റ മോഡൽ. എന്താണ് ഡാറ്റ മോഡൽ? ഡാറ്റ മോഡൽ ഡിഫൈൻസ് ഹൗ ദി ലോജിക്കൽ സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ് ഈസ് മോഡൽ. ഒരു ഡാറ്റാബേസിൻ്റെ ലോജിക്കൽ സ്ട്രക്ചറിനെ ഡിഫൈൻ ചെയ്യുന്ന മോഡലാണ് ഡാറ്റ മോഡൽ. ഇറ്റ് ഓൾസോ ഡിഫൈൻസ് how data is connected to each other and how they are processed and stored inside the system. ഡാറ്റാബേസിൻ്റെ അകത്ത് ഡാറ്റ എങ്ങനെയാണ് പരസ്പരം ഇൻ്റർ കണക്റ്റഡ് ആയിരിക്കുന്നതെന്നും എങ്ങനെയാണ് ഡാറ്റ പ്രോസസ്സ് ചെയ്ത് ഡാറ്റാബേസിനകത്ത് സ്റ്റോർ ചെയ്യുന്നതെന്നും ഡിഫൈൻ ചെയ്യുന്നതും ഡാറ്റ മോഡലാണ്. ബേസിക് ആയിട്ടുള്ള ഡാറ്റ മോഡൽസ് 3 ഉണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഹൈറാർക്കിയൽ ഡാറ്റ മോഡൽ, സെക്കൻഡ് വൺ നെറ്റ്വർക്ക് മോഡൽ and third one is relational model. ആദ്യമായിട്ട് നമുക്ക് ഹൈറാർക്കിക്കൽ ഡാറ്റാബേസ് മോഡൽ എങ്ങനെയാണ് എന്താണ് എന്നുള്ളത് വിശദമായിട്ട് പഠിക്കാം. ഹൈറാർക്കിക്കൽ ഡാറ്റാബേസ് മോഡൽ is a data model in which the data are organized into a tree-like structure. ഡാറ്റ ഒരു ട്രീ-like സ്ട്രക്ചറിൽ ഓർഗനൈസ് ചെയ്തിരിക്കുന്ന മോഡലാണ് ഹൈറാർക്കിക്കൽ ഡാറ്റാബേസ് മോഡൽ. Data are stored as records which are connected to one another through links. ഡാറ്റ റെക്കോർഡ്സ് ആയിട്ട് തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. ആ റെക്കോർഡ്സ് തമ്മിൽ പരസ്പരം ലിങ്ക്സിലൂടെ കണക്ട് ചെയ്യപ്പെടുന്നു. എ റെക്കോർഡ് ഈസ് എ കളക്ഷൻ ഓഫ് ഫീൽഡ്സ് വിത്ത് ഈച്ച് ഫീൽഡ് കണ്ടെയ്നിങ് വൺ വാല്യൂ.
റെക്കോർഡ് ഫീൽഡ്സിൻ്റെ ഒരു കളക്ഷനാണ്. ഓരോ ഫീൽഡിലും ഓരോ വാല്യൂ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഹൈറാർക്കിയൽ ഡാറ്റ മോഡലിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് ആൻ ഇൻവേർട്ടഡ് ട്രീയുടെ ഒരു സ്ട്രക്ചർ, ഇൻവേർട്ടഡ് ട്രീയുടെ ഒരു സ്ട്രക്ചറാണ് ഹൈറാർക്കിയൽ ഡാറ്റ മോഡലിൽ വരുന്നത്. ഓരോ എൻറ്റിറ്റിക്കും ഒരു പാരൻ്റ് ഉണ്ടാവും, പക്ഷേ ഒരു പാരൻറ്റിന് സെവറൽ ചിൽഡ്രൻ ഉണ്ടാവും. അതായത് ഒരു പാരന്റ് ചൈൽഡ് റിലേഷൻഷിപ്പാണ് ഹൈറാർക്കിക്കൽ ഡാറ്റ മോഡലിൽ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നമ്മുടെ ഈ ഒരു പിക്ചറിൽ ടോപ്പ് പ്രയോറിറ്റിയിൽ നിൽക്കുന്ന എൻറ്റിറ്റി എന്ന് പറയുന്നത് ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ആ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന എൻറ്റിറ്റിയാണ് നമ്മൾ റൂട്ട് എന്ന് വിളിക്കുന്നത്. ആ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന എൻറ്റിറ്റിക്ക് 2 ചൈൽഡ് ഉണ്ട്, കോഴ്സസ് ആൻഡ് സ്റ്റുഡൻറ്റ്. ഒരു യൂണിവേഴ്സിറ്റിയിൽ ഡിപ്പാർട്ട്മെൻറ്റിൽ കോഴ്സസ് ഉണ്ടാവും. ആ കോഴ്സസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കുറേ സ്റ്റുഡൻസ് ഉണ്ടാവും. ആ ഓരോ കോഴ്സ് പഠിപ്പിക്കാനും പ്രൊഫസേഴ്സ് ഉണ്ടാവും. അപ്പോൾ കോഴ്സസിനും ഒരു ചൈൽഡ് നമ്മൾ കാണിച്ചിട്ടുണ്ട്, ഒരു ചൈൽഡ് എൻറ്റിറ്റി ഉണ്ട്, പ്രൊഫസേഴ്സ്. ഇതാണ് ഒരു ഹൈറാർക്കിയൽ ഡാറ്റ മോഡലിൻ്റെ എക്സാമ്പിൾ. ഇനി എന്താണ് ഹൈറാർക്കിക്കൽ ഡാറ്റ മോഡലിൻ്റെ അഡ്വാൻറ്റേജസ് എന്ന് നമുക്ക് നോക്കാം. Representation of records is done using an ordered tree, which is a natural implementation of one-to-many relationship. ഒരു ഓർഡേർഡ് ട്രീ ഫോർമാറ്റിലാണ് റെക്കോർഡ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതായത് ഒരു പാരൻറ്റിന് സെവറൽ ചിൽഡ്രൻ ഉണ്ടാവും, പക്ഷേ ഒരു ചൈൽഡിന് അറ്റ് എ ടൈം 1 പാരൻ്റേ ഉണ്ടാവുകയുള്ളൂ. അതായത് ഒരു 1-to-many റിലേഷൻഷിപ്പാണ് ഹൈറാർക്കിക്കൽ ഡാറ്റ ബേസ് മോഡലിൽ നിന്ന് നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ സാധിക്കുന്നത്. Proper ordering of the tree results in easier and faster retrieval of records. പ്രോപ്പർ ആയിട്ട് ട്രീയെ ഓർഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിസൾട്ട്സ് ഈസിയർ ആൻഡ് ഫാസ്റ്റർ റിട്രീവ് ചെയ്യാൻ സാധിക്കും. Allows usage of virtual records. This results in a stable database when modification of the database is made. വിർച്വൽ റെക്കോർഡ്സ് യൂസ് ചെയ്യാൻ അനുവദിക്കുന്നത് മൂലം മോഡിഫിക്കേഷൻ ഡാറ്റാബേസിൽ വരുത്തിയാൽ പോലും ഒരു സ്റ്റേബിൾ ഡാറ്റാബേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് സാധിക്കും. അടുത്തത് നെറ്റ്വർക്ക് മോഡൽ. നെറ്റ്വർക്ക് മോഡലും റെക്കോർഡ്സിൻ്റെ കളക്ഷൻ തന്നെയാണ്. ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ ഒരു പിക്ചറിൽ കാണിക്കുന്നത്. ഓരോ റെക്കോർഡ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, റിലേഷൻഷിപ്പ് എമംഗ് ഡാറ്റ ആർ റെപ്രസെൻറ്റഡ് ബൈ ലിങ്ക്സ് നോൺ ആസ് പോയിന്റേഴ്സ്. ഓരോ പോയിന്റേഴ്സ് വഴി റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യും. അതായത് സ്റ്റോറിൽ നിന്ന് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് കസ്റ്റമറിലേക്കും മാനേജറിലേക്കും സെയിൽസ്മാനിലേക്കും. ആ ഒരു ലിങ്ക് ആണ് നമ്മൾ പോയിന്റേഴ്സ് എന്ന് വിളിക്കുന്നത്. അതേപോലെ കസ്റ്റമറിനും മാനേജറും സെയിൽസ്മാനും എൻറ്റിറ്റിക്കും ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഓർഡർ എന്ന എൻറ്റിറ്റിയോട് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ഒരു ലിങ്ക് ഉണ്ട്, പോയിന്റർ ആയിട്ടൊരു ലിങ്കും കാണിക്കുന്നു. ഇത്തരത്തിലുള്ള മോഡലിനെയാണ് നെറ്റ്വർക്ക് മോഡൽ എന്ന് വിളിക്കുന്നത്. അഡ്വാൻറ്റേജസ് നോക്കാം. Representation of relationship between entities is implemented using pointers, which allows representation of arbitrary relationship. ഓരോ എൻറ്റിറ്റീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പോയിന്റേഴ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് റാൻഡം ആയിട്ടുള്ള റിലേഷൻഷിപ്പ് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. അൺലൈക്ക് ദ ഹൈറാർക്കിയൽ മോഡൽ ഇറ്റ് ഈസ് ഈസി. ഹൈറാർക്കിക്കൽ മോഡലിനെ പോലെ അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല, താരതമ്യേന എളുപ്പമാണ് നെറ്റ്വർക്ക് മോഡൽ. ഡാറ്റ മാനിപ്പുലേഷൻ ക്യാൻ ബി ഈസിലി ഡൺ വിത്ത് ദിസ് മോഡൽ. ഈ മോഡലിൽ ഡാറ്റ മാനിപ്പുലേഷൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അടുത്തത് റിലേഷണൽ ഡാറ്റ മോഡൽ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് റിലേഷണൽ ഡാറ്റ മോഡൽ നമ്മൾ SQL ചെയ്തതും റിലേഷണൽ ഡാറ്റാബേസ് മോഡലിലാണ്. സോ റിലേഷണൽ ഡാറ്റാബേസ് മോഡൽ ഈസ് എ കളക്ഷൻ ഓഫ് റിലേഷൻ. റിലേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ ടേബിൾ ഓഫ് വാല്യൂസ്. ഒരു ടേബിൾ ഓഫ് വാല്യൂസിനെയാണ് നമ്മൾ റിലേഷൻ എന്ന് വിളിക്കുക. നമ്മൾ SQL ചെയ്തത് തന്നെ ടേബിൾസ് ക്രിയേറ്റ് ചെയ്യുക, ടേബിളിൽ മോഡിഫിക്കേഷൻ വരുത്തുക, ഓൾട്ടർ ചെയ്യുക, ഡാറ്റ ഇൻസേർട്ട് ചെയ്യുക, ഇതെല്ലാം ഒരു റിലേഷണൽ മോഡലിൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ അഡ്വാൻറ്റേജസ് നമുക്ക് നോക്കാം. നമുക്ക് അറിയാവുന്നതാണ് മെയിൻ അഡ്വാൻറ്റേജസ് ഓഫ് റിലേഷണൽ മോഡൽ. ഇറ്റ്സ് സിംപ്ലിഫൈഡ് ഫോർമാറ്റ്. അതിൻ്റെ സിമ്പിൾ ഫോർമാറ്റാണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ്. ഡാറ്റ മാനിപ്പുലേഷൻ ഈസിയർ ആണ്. നമുക്കറിയാം, നമ്മൾ ഡാറ്റ മാനിപ്പുലേഷൻ നേരിട്ട് SQL കമാൻഡ്സ് ചെയ്ത് കണ്ടവരാണ്. സോ ഡാറ്റ മാനിപ്പുലേഷൻ വളരെ എളുപ്പമാണ്. റെപ്രസെൻറ്റേഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്പ് ഈസ് പോസിബിൾ വിത്ത് ദിസ് മോഡൽ. ഏത് തരത്തിലുള്ള റിലേഷൻഷിപ്പും വേണമെങ്കിലും നമുക്ക് ഈ മോഡൽ വഴി റെപ്രസെൻറ്റ് ചെയ്യാൻ സാധിക്കും.
കൺസിഡർ ദ ഫോളോയിങ് ടേബിൾ സ്റ്റുഡൻറ്റ്. ഈ സ്റ്റുഡൻറ്റിൻ്റെ ഐ ഡി ആണ് SID, നെയിം നെയിം എന്ന കോളത്തിലാണ് കാണിക്കുന്നത്. സ്റ്റുഡൻറ്റിൻ്റെ ഏജ് ആണ് ഏജ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. സ്റ്റുഡൻറ്റിൻ്റെ ക്ലാസ് 9th-ലാണോ 10th-ലാണോ എന്നുള്ളതാണ് ക്ലാസ്സിൽ കാണിക്കുന്നത്. സ്റ്റുഡൻറ്റിൻ്റെ സെക്ഷൻ A ആണോ B ആണോ എന്നുള്ളത് X സെക്ഷനിലും കാണിക്കുന്നു. So based on the table, answer the following question. First question, display the maximum age from the student table. Second question, display the minimum age from student table. Third question, display the average age from student table. Fourth question, display the total marks from student table. Fifth question, create a view from student table containing all the details of students whose age is equal to 50. ഇത്രയും അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് നല്ലപോലെ എഴുതുക. നമ്മുടെ SQLൻ്റെയും ഡാറ്റാബേസിൻ്റെയും പോർഷൻ ഈ തിയറി പോർഷനോട് കൂടി അവസാനിക്കുകയാണ്. കുറേ അധികം ചോദ്യങ്ങൾ വരുന്ന ഭാഗമായതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ചോദിക്കുക, അസൈൻമെൻറ്റ് കൃത്യമായി ആൻസർ ചെയ്യുക, സംശയങ്ങൾ ടീച്ചറോട് ചോദിക്കുക. സോ ഇനിയൊരു ക്ലാസ് കാണുന്നത് വരെ ബൈ ബൈ ആൻഡ് താങ്ക് യു.